JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയലും ലഭ്യമാണ്. സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പഠിതാക്കളുടെ ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച് എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുക? പലരും ലൈസൻസുകളൊക്കെ എടുക്കുന്ന അവസരത്തിൽ പഠിച്ചിട്ടാണ് ലൈസൻസ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച് എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ? അറിയുമോ? ഓപ്ഷൻ എ 15 ദിവസങ്ങൾ, ഓപ്ഷൻ ബി 30 ദിവസങ്ങൾ, ഓപ്ഷൻ സി 45 ദിവസങ്ങൾ, ഓപ്ഷൻ ഡി 60 ദിവസങ്ങൾ. എത്ര ദിവസത്തിന് ശേഷമാണ് ഒരു സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുക? എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈസൻസ് എടുത്തവർക്ക് അറിയാൻ സാധിക്കുമായിരിക്കും അല്ലേ? എത്രയാണ്? 30 ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ? 30 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് ഒരു പഠിതാക്കളുടെ ലൈസൻസ് ലഭിച്ച കുറഞ്ഞത് 30 ദിവസങ്ങൾക്ക് ശേഷമേ ഒരു സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് നന്നായി പരിശീലിക്കാനും റോഡ് നിയമങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ഇത് സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാഫിക് സിഗ്നലില് ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണം? വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാരും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ട്രാഫിക്കിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ നിങ്ങൾ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ വേഗത കുറച്ച് പോവുക, ഓപ്ഷൻ ബി നിർബന്ധമായി നിർത്തുക, ഓപ്ഷൻ സി ഹോൺ അടിച്ച് മുന്നോട്ട് പോവുക, ഓപ്ഷൻ ഡി ഇടത്തേക്ക് നോക്കി ആരും ഇല്ലെങ്കിൽ പോവുക. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിർബന്ധമായും നിർത്തുക. ട്രാഫിക് സിഗ്നലിലെ ചുവപ്പ് ലൈറ്റ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും വാഹനം നിർത്തണം എന്നാണ്. പച്ച ലൈറ്റ് തെളിയുന്നത് വരെ കാത്തിരിക്കുക, അതിനുശേഷമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത്, ഒരു വളവിലെത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? സാധാരണഗതിയിൽ ഒരു വളവിലെത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ വേഗത കൂട്ടുക, ഓപ്ഷൻ ബി അതേ വേഗതയിൽ പോവുക, ഓപ്ഷൻ സി വേഗത കുറച്ച് വളയുക, ഓപ്ഷൻ ഡി ഓൺ അടിച്ച് വളയുക. ഏതാണ്? ഒരു വളവിലെത്തുമ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വളവിലെത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ചെയ്യുന്നത്? വേഗത കുറച്ച് വളയുക, വേഗത കുറച്ച് വളയുക. വളവുകളിൽ വേഗത കുറയ്ക്കുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. അമിത വേഗതയിൽ വളയുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? ഇപ്പോൾ സീറ്റ് ബെൽറ്റുകളൊക്കെ തന്നെ നിർബന്ധമാണ് അല്ലേ? ഇല്ലെങ്കിൽ അത് പെറ്റിയൊക്കെ കിട്ടാനുള്ള കാരണത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇതൊരു ഫാഷൻ ആക്സസറി ആണ്, ഓപ്ഷൻ ബി ഇത് വാഹനത്തിന്റെ ബാറ്ററി സംരക്ഷിക്കുന്നു, ഓപ്ഷൻ സി അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പരിക്കേൽക്കുന്നത് കുറയ്ക്കുന്നു, ഓപ്ഷൻ ഡി ഇത് ഡ്രൈവിംഗ് കൂടുതൽ സുഖകരമാക്കുന്നു. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പരിക്കേൽക്കുന്നത് കുറയ്ക്കുന്നു. സീറ്റ് ബെൽറ്റ് ഒരു സുരക്ഷാ സംവിധാനമാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ശരീരത്തെ മുന്നോട്ട് തെറിച്ചു പോകാതെ പിടിച്ചു നിർത്താനും ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയമപരമായി ഡാഷ് ആണ്. ഓപ്ഷൻ എ അനുവദനീയമാണ്, ഓപ്ഷൻ ബി ചില സാഹചര്യങ്ങളിൽ അനുവദനീയമാണ്, ഓപ്ഷൻ സി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി കുറഞ്ഞ അളവിൽ അനുവദനീയമാണ്. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധവും അപകടകരവുമാണ്. ഇത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവന് ഭീഷണിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത് അപകടകരമാണ്, അത് നിയമവിരുദ്ധവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ദിശാസൂചിക ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, വേഗത കൂട്ടാൻ, മറ്റു വാഹനങ്ങൾക്ക് സൂചന നൽകാൻ. ഓപ്ഷൻ ബി, വഴി ചോദിക്കാൻ, മറ്റു ഡ്രൈവർമാരെ അറിയിക്കാൻ. ഓപ്ഷൻ സി, ദിശ മാറ്റുന്നതിനെ കുറിച്ച് മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. ഓപ്ഷൻ ഡി, രാത്രിയിൽ വഴി കാണാൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ ശരി ഉത്തരം. ദിശ മാറ്റുന്നതിനെ കുറിച്ച് മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉപയോഗിക്കുന്നത്. വാഹനം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുമ്പോഴും ലൈൻ മാറുമ്പോഴും ദിശാസൂചിക ലൈറ്റുകൾ ഉപയോഗിച്ച്, അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉപയോഗിച്ച് മറ്റ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് വളരെ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? നമ്മളേൽ വന്ന് മറ്റു വാഹനങ്ങൾ ഇടിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയുമ്പോഴൊക്കെ തന്നെ അത് ഉപയോഗിച്ച് വേണം വാഹനം തിരിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നോ പാർക്കിംഗ് ബോർഡ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ഒരു നോ പാർക്കിംഗ് ബോർഡ് കണ്ടാൽ ഈ പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും ആണോ ശരി ഉത്തരമുണ്ട്? അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നാണോ നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ഓപ്ഷൻ എ, കുറച്ച് നേരത്തേക്ക് പാർക്ക് ചെയ്യാം. ഓപ്ഷൻ ബി, ആ സ്ഥലത്ത് ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ സി, എഞ്ചിൻ ഓഫാക്കി കുറച്ചു നേരം നിർത്താം. ഓപ്ഷൻ ഡി, ഹോൺ അടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി പാർക്ക് ചെയ്യാം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ആ സ്ഥലത്ത് ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല. നോ പാർക്കിംഗ് ബോർഡ് കണ്ടാൽ ആ സ്ഥലത്ത് ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല. ഈ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്താണ്? നിയമവിരുദ്ധമാണ് അല്ലേ. ഇത് ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും മറ്റു വാഹനങ്ങൾക്ക്, കാൽനടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നോ പാർക്കിംഗ് ബോർഡ് കണ്ടാൽ അവിടെ നിങ്ങൾ വാഹനങ്ങൾ ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് എന്തുകൊണ്ട് നിർബന്ധമാണ്? ഇപ്പോൾ മുമ്പിലും പുറകിലും ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ധരിക്കുന്നത് നിർബന്ധമാക്കിയത്? ഓപ്ഷൻ എ, പൊടിയിൽ നിന്ന് രക്ഷ നേടാൻ. ഓപ്ഷൻ ബി, നല്ല കാഴ്ച ലഭിക്കാൻ. ഓപ്ഷൻ സി, അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തലയ്ക്ക് പരിക്കേൽക്കുന്നത് തടയാൻ. ഓപ്ഷൻ ഡി, പിഴ ഒഴിവാക്കാൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തലയ്ക്ക് പരിക്കേൽക്കുന്നത് തടയാനായിട്ടാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്. സാധാരണഗതിയിൽ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തലക്കേറ്റ ക്ഷതങ്ങൾ, ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് തലയെ സംരക്ഷിക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന അവസരത്തിൽ ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തിരക്കേറിയ റോഡിൽ നിങ്ങൾ ഒരു ആംബുലൻസ് സൈറൻ കേട്ടാൽ എന്ത് ചെയ്യും? നമ്മൾ വാഹനമൊക്കെ ഓടിക്കുന്ന അവസരത്തിൽ പലപ്പോഴും ആംബുലൻസ് സൈറൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് വരാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ, വേഗത കൂട്ടി മുന്നോട്ട് പോവുക. ഓപ്ഷൻ ബി, ആംബുലൻസ് പോകാൻ വഴി കൊടുക്കുക. ഓപ്ഷൻ സി, ഹോൺ അടിച്ച് ആംബുലൻസിനെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഓപ്ഷൻ ഡി, ഇടതുവശം ചേർന്ന് നിർത്തുക. ഏതാണ് നിങ്ങൾ ചെയ്യാറ്? ഏതാണ് ചെയ്യേണ്ടത്? ശരിക്കുമുള്ള ചെയ്യേണ്ടത് എന്താണ്? ആംബുലൻസ് പോകാൻ വഴി കൊടുക്കുക. ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾക്ക് എപ്പോഴും വഴി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അവ ജീവൻ രക്ഷിക്കാനുള്ള യാത്രയിലായിരിക്കാം. പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന അവസരത്തിലാണ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ആംബുലൻസുകളൊക്കെ സൈറൻ മുഴക്കി മുമ്പോട്ട് വരുന്നത്. ആ അവസരത്തിൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ടും വണ്ടികൾ ആംബുലൻസിന് പോകാനുള്ള വഴി കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡരികിൽ തുടർച്ചയായ മഞ്ഞവര കണ്ടാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ റോഡിന്റെ സൈഡിലൊക്കെ തുടർച്ചയായിട്ട് മഞ്ഞവരകളൊക്കെ കാണാറുണ്ടല്ലേ. അത് എന്തിനാണ്? അതിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ, ഇവിടെ പാർക്ക് ചെയ്യാം. ഓപ്ഷൻ ബി, ഇവിടെ ഓവർടേക്ക് ചെയ്യാം. ഓപ്ഷൻ സി, ഈ വരയുടെ ഇടതുവശത്തു കൂടി പോകരുത്, ഇത് ഒരു നടപ്പാതയാണ്. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഈ വരയുടെ ഇടതുവശത്തു കൂടി പോകരുത്. അതായത് റോഡരികിൽ തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത് ആ വരയുടെ ഇടതുവശത്തേക്ക് വാഹനം കൊണ്ടുപോകാനോ ഓവർടേക്ക് ചെയ്യാനോ പാടില്ല എന്നതാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങളുടെ വളരെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.